എല്ലാവർക്കും ഒരിക്കൽ കൂടി ട്രിപ്പ് ട്രാവൽ ഫുഡിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് വാഗമണിലെ സിപ്പ് ലൈനിലാണ്. നമ്മൾ വാഗമണിലെ ഗ്ലാസ് ബ്രിഡ്ജ് എത്തുന്നതിന് തൊട്ട് മുൻപായിട്ടാണ് ഈ ഒരു സിപ്പ് ലൈൻ വരുന്നത്. ശരിക്കും ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവർ പറഞ്ഞു. റീസെന്റ് ആണ് ഇത് സ്റ്റാർട്ട് ചെയ്തല്ലേ? ഇപ്പോൾ എത്ര ദിവസം സ്റ്റാർട്ട് ചെയ്തത്? ആക്ച്വലി ലാസ്റ്റ് മന്ത് 22-നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. മഡി ബൂട്ട്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് ഞങ്ങൾ വർക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ഇവിടെ ഉള്ളത് വാഗമണിൽ വെച്ചിട്ട് നമ്മൾ 570 മീറ്റർ ആണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് ലോങ്സ്റ്റ് ഇപ്പോൾ ഉള്ളതിൽ വാഗമണ്ണിൽ ലോങ്സ്റ്റ് ആണ്. അപ്പോൾ 570 മീറ്റർ ആണുള്ളത്. 2 ലൈനായിട്ടാണ് നമുക്കുള്ളത്. ഇവിടുന്ന് 350 മീറ്റർ നമ്മൾ അങ്ങോട്ട്, പിന്നെ ബാലൻസ് നമ്മൾ തിരിച്ച് ഇവിടെ തന്നെയാണ് ലാൻഡ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇവിടുന്ന് റെഡി ആയി കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഫസ്റ്റ് അങ്ങ് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ച് ഇവിടെ തന്നെ വരാം. പിന്നെ നമ്മൾ പുതിയ ആക്ടിവിറ്റികളൊക്കെ നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കയാക്കിംഗ്, പെഡൽ പെർ ഹെഡ് പേ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ഗ്രൂപ്പൊക്കെ ആയി വരുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത് ഏകദേശം എത്ര മിനിറ്റ് ഉണ്ടാവും ഇത്? നമുക്ക് 1 മിനിറ്റ് ആണ്, അതായത് 30 സെക്കൻഡ് ടു 30 സെക്കൻഡ്. ടോട്ടൽ 1 മിനിറ്റ്. 1 മിനിറ്റ് ആണ്. ഈ ഒരു എക്സ്പീരിയൻസ് ആണ് ശരിക്കും. തേയിലത്തോട്ടത്തിന്റെ ഇടയിൽ കൂടെ ശരിക്കും ഒരു അരുവിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിന്റെ വ്യൂ എന്തായാലും കാണാം. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു. എല്ലാവരും ഓൾമോസ്റ്റ് സെറ്റാണ്. നമ്മൾ താഴത്തുനിന്ന് നടന്ന് കയറി ഇതാ ഈ മുകളിലെത്തണം. ഇവിടെ നിന്നാണ് നമ്മൾ സിപ്പ് ലൈൻ അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ എന്തായാലും സിപ്പ് ലൈനിൻ്റെ അകത്തുനിന്നുള്ള വ്യൂസ് നോക്കി കാണാം. ഇങ്ങോട്ട് തിരിച്ചോ. ഓക്കെ, അപ്പൊ ഞാൻ പോയിട്ട് വരാം. ഓക്കെ ബൈ. ഇതാണ് ഇതിന്റെ ഒരു എക്സ്പീരിയൻസ്. നമ്മുടെ മുമ്പിലുള്ള വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. രാത്രി നമ്മൾ ഇവിടെ നിന്നാണ് വന്നത്. അങ്ങനെ നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. എക്സ്പീരിയൻസ് കൊള്ളാം. ആകെ 1 മിനിറ്റ് താഴെ ഉള്ളൂ, പക്ഷെ നല്ല രസമുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ എന്തായാലും നമുക്കിനി ഇവിടെ നിന്ന് ഇറങ്ങാം. പക്ഷെ കുറച്ചു നേരം ഉണ്ടായിരുന്നല്ലോ, അതിന്റെ ഒരു പ്രശ്നം. എല്ലാരും എൻജോയ് ചെയ്തോ? ഓക്കെ, അടിപൊളിയായിരുന്നു. ഓക്കെ ബേബി, നെക്സ്റ്റ് നമ്മുടെ അർഹാന പോണത്. അർഹാൻ ഷോ ഷോ. അർഹാൻ ഇങ്ങനെ അർഹാൻ സിപ്പ് ലൈൻ കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് വാഗമണിലെ അഡ്വഞ്ചർ പാർക്കിലേക്കാണ്. അപ്പോൾ ആ പോകുന്ന വഴിയിലെ മനോഹരമായിട്ടുള്ള വ്യൂസാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്.
ഉച്ചയ്ക്ക് ഏകദേശം 2 മണിയോടുകൂടി നമ്മൾ അവിടെ എത്തി. നല്ല അടിപൊളിയൊരു വൈബായിരുന്നു. കോടമഞ്ഞ് ഇങ്ങനെ വരുന്നതും നല്ല തണുത്ത കാറ്റും കുറേയധികം അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട്. കുറേ പെയ്ഡാണ് മിക്ക ആക്ടിവിറ്റീസും, എന്നാലും നമുക്ക് അവിടെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ്. അഡ്വഞ്ചർ പാർക്കിലെ ഏറ്റവും മെയിൻ ആക്ടിവിറ്റി ഇവിടുത്തെ ഗ്ലാസ് ബ്രിഡ്ജും പാരാഗ്ലൈഡിങ്ങുമാണ്. അപ്പോൾ പാരാഗ്ലൈഡിങ് ഞാൻ മുന്നേ ചെയ്ത ഒരു ഡീറ്റെയിൽഡ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ URL ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അതിൻ്റെ ഡീറ്റെയിൽസ് അറിയേണ്ടവർ അത് കണ്ടാൽ മതി. ഏകദേശം ഒരു 2.5 മണിക്കൂറോളം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും മുൻപിലേക്ക് യാത്ര തിരിക്കുകയാണ്. നമ്മൾ നേരെ പോകുന്നത് കുമളി തേക്കടി വഴി തേനിയിലേക്കാണ്. അവിടെ മുന്തിരിത്തോട്ടങ്ങൾ ഉണ്ടെന്നുള്ളൊരു അടിപൊളി ഒരു സ്പോട്ടുണ്ട്. അപ്പോൾ അത് കാണുന്നതിന് വേണ്ടിയിട്ടുള്ള യാത്രയിലാണ് നമ്മളിപ്പോൾ. വാഗമൺ, കുട്ടിക്കാനം, കുമളി, തേക്കടി ഈ ഒരു റോഡ് അടിപൊളിയാണ്. നല്ല തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലൂടെ അടിപൊളി കുറേയധികം വിഷ്വൽ ട്രീറ്റുകൾ നമുക്ക് സമ്മാനിക്കുന്ന ഈ ഒരു യാത്ര സമയമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സംഭവമാണ്. പിന്നെ ആ വഴി നേരെ തേനിയിൽ പോയാൽ നല്ല അടിപൊളി നമ്മുടെ മുന്തിരിത്തോട്ടവും ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ ഈ വാഗമണ്ണിൽ വരുന്ന ആളുകൾ മിസ്സാക്കാൻ പാടില്ലാത്ത ഒരു യാത്രയാണ് ഈ ഒരു യാത്ര. സമയം സന്ധ്യയോടെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഏരിയയിലേക്ക് നമ്മൾ ഓൾമോസ്റ്റ് റീച്ച്ഡ് ആണ്. അപ്പോൾ കുറച്ച് പേടിച്ചിട്ടുണ്ടായിരുന്നു രാത്രിയാവുമോ നമ്മളിവിടെ എത്തുമെന്നുള്ളത്. അപ്പോൾ ഈ കാണുന്ന ജെനീസ് മുന്തിരിത്തോട്ടം, ഈ ഒരു ഗ്രേപ്പ് ഫാംസിലേക്കാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. കുറേയധികം ഇത്തരത്തിലുള്ള ഗ്രേപ്പ് ഫാംസ് ഈ ഒരു ഏരിയയിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ മുന്നേ ഇവിടെ വന്നിട്ടുള്ളത് കൊണ്ട് നമ്മൾ ഒന്നും കൂടി എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. കയറി വരുമ്പോൾ തന്നെയുള്ള ഒരു ചെറിയൊരു ഷോപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അടിപൊളിയായിട്ടുള്ള ഒരു ഫാമാണ്. ഇപ്പം സീസൺ കുറച്ച് ഡൗൺ ആയതുകൊണ്ട് കുറേയധികം ഗ്രേപ്സ് ഒന്നും ഇല്ല. എന്നാലും അകത്തേക്ക് ചെല്ലുമ്പോൾ നമുക്ക് കുറച്ചധികം ഗ്രേപ്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. തേനിയിലെ മുന്തിരിത്തോട്ടത്തിലെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് നമ്മൾ വീണ്ടും യാത്ര തിരിക്കുന്നത് മൂന്നാറിലേക്കാണ്. മൂന്നാറിലെ ഏല റിസോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിസോർട്ടിലാണ് നമ്മൾ ഇന്ന് താമസിക്കുന്നത്. വൈകിട്ട് 9:30 അവിടെ എത്തുമെന്നാണ് ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത്. രാത്രി ഏകദേശം 10 മണിയോടുകൂടി നമ്മൾ ഈ ഒരു റിസോർട്ടിൽ എത്തിച്ചേർന്നു. നല്ല അടിപൊളി വൈബായിരുന്നു. കോടമഞ്ഞുകൾക്ക് നടുവിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന ഒരു അടിപൊളി റിസോർട്ട്. ഏലക്കാടുകളും ആ ഒരു തണുത്ത കാറ്റുമൊക്കെ ആയിട്ട് വല്ലാത്തൊരു ഡിഫറെൻറ്റ് വൈബായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു റിസോർട്ടിൻ്റെ കാഴ്ചകളും അവിടുത്തെ ഒരു വിശേഷങ്ങളൊക്കെ നമുക്ക് നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ പ്ലീസ് സപ്പോർട്ട് മീ. എന്തായാലും ഏല റിസോർട്ടിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ വ്യൂസും കാര്യങ്ങളുമായി നമുക്ക് അടുത്തൊരു വ്ളോഗിൽ കാണാം.